ആംഫറ്റ്യൂബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇൻഡിഗോ എയർലൈൻസിനെ സംബന്ധിച്ച് ഉള്ള അതിൻ്റെ ബിസിനസ് യാത്രകളെ പറ്റിയിട്ടാണ്. ഇന്ത്യയിൽ തന്നെ വളരെ ലാഭകരമായി പ്രവർത്തിച്ചു പോകുന്ന അപൂർവം എയർലൈൻസുകളിൽ ഒന്നാണ് ഇൻഡിഗോ എയർലൈൻസ്. അതിൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് അനാലിസിസിലേക്ക് നമ്മൾ വളരെ വിശദമായി കടക്കുന്നതാണ്. അതിനു മുന്നേ കമ്പനിയുടെ ജൈത്രയാത്രകളെ പറ്റിയിട്ട്, അതിൻ്റെ അസറ്റുകളെ പറ്റിയിട്ട്, ലാഭം എങ്ങനെ നേടി എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതാണ്. ഇൻഡിഗോ എയർലൈൻസിലേക്ക് നമുക്ക് നോക്കാം. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ഇൻഡിഗോ എയർലൈൻസിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അതിന്റെ ഷെയർസ്, അതിന്റെ ഓഹരിയെ പറ്റിയിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യും. അതിൽ പിന്നിട്ട നാഴികക്കല്ലുകൾ, അതിന് നാൾവഴികളെ പറ്റിയിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യും. അതിൻ്റെ ബിസിനസ് അനാലിസിസ് എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അതോടൊപ്പം അതിൻ്റെ കരുത്തും ദൗർബല്യവും അവസരങ്ങളും ഭീഷണികളും എന്താണ് എന്ന് ഒന്ന് വിശകലനം ചെയ്യും. ഇൻഡിഗോ എയർവേസിൻ്റെ ഒരു ഓഹരി ക്രമം നോക്കിയാൽ, അതിൻ്റെ പാർട്ണർഷിപ്പ് നോക്കിയാൽ, ഇന്റർഗ്ലോബ് എന്ന കമ്പനിക്കാണ് 51.12% അതിൻ്റെ സ്റ്റേക്ക്. വെർജീനിയ ബേസ്ഡ് കമ്പനി സീലം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് 47.88% ഓഹരിയുള്ളത്. ഇൻഡിഗോ ഡെയിലി ഫ്ലയേഴ്സ്, അതായത് രാവിലെ പോയി വൈകുന്നേരം മടങ്ങി വരുന്ന ബിസിനസ് മീറ്റിങ്ങുകൾക്കായിട്ടും ഒറ്റ ദിവസത്തെ ആവശ്യങ്ങൾക്കായിട്ട്, ഒഫീഷ്യൽ ആവശ്യങ്ങൾ, ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുറത്തിറക്കിയ ഒരു പരസ്യവാചകമായിരുന്നു, നിങ്ങളുടെ ഭാര്യയോടൊപ്പം നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുക എന്നുള്ളതാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഒരല്പം രസകരവും അല്പം നോട്ടിയായിട്ടുള്ള ഒരു ക്യാപ്ഷനാണ്. പക്ഷെ ഇത് ഒരുപാട് പേരെ നന്നായിട്ട് ആകർഷിച്ച, മനസ്സിൽ രജിസ്റ്റർ ചെയ്ത ഒരു പരസ്യവാചകമാണ്. രാവിലെ പോയി രാത്രി മടങ്ങി വരാൻ കഴിയുന്ന രീതിയിൽ ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നു ഞങ്ങൾ എന്നുള്ളതാണ് ഇത് വെളിപ്പെടുത്തുന്നത്. 2006 രാഹുൽ ഭാട്ടിയ ഇന്റർഗ്ലോബ് എന്റർപ്രൈസസ്, അതോടൊപ്പം രാകേഷ് ഗംഗ്വാൽ, വെർജീനിയ ബേസ്ഡ് കമ്പനി സീലം ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഉടമ രാകേഷ് ഗംഗ്വാൽ, ഇവർ ചേർന്ന് 2006 ഇൻഡിഗോ ആരംഭിക്കുന്നത്. 100 എയർബസ് A320-200 എയർക്രാഫ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയുണ്ടായി 2005. 2006 ഇതിന്റെ ഓപ്പറേഷൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഏറ്റവും ആദ്യത്തെ യാത്രാ സർവീസ് ആരംഭിച്ചത് ഓഗസ്റ്റ് 4 2006 ന്യൂഡൽഹിയിൽ നിന്നും ഇംഫാൽ, ഗുവാഹട്ടി വഴി ഇംഫാലിലേക്കായിരുന്നു. 2010 ഡിസംബറിൽ ഇൻഡിഗോ രാജ്യത്തെ 3ാമത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ഷെയർ ഉള്ള കമ്പനിയായി മാറി, 17.3%. 2011 എയർലൈൻ 180 എയർബസ് A320 എയർക്രാഫ്റ്റ് ഓർഡർ നൽകിയുണ്ടായി. ഏകദേശം $15 ബില്യൺ ആണ് ഇതിന്റെ വാല്യൂ. എയർലൈൻ ഇന്റർനാഷണൽ സർവീസുകൾ ആരംഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള, സേവനങ്ങൾ ആരംഭിക്കുവാനുള്ള പെർമിഷനും അതിന് ലഭിക്കുകയുണ്ടായി. 2012 മാർച്ചിൽ ഇന്ത്യയിലെ ഏറ്റവും ലാഭകരമായ എയർലൈൻ എന്നുള്ള രീതിയിലേക്ക് ഇൻഡിഗോ മാറി. 2013 ഇൻഡിഗോ ഇന്ത്യയിലെ തന്നെ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന 2ാമത്തെ എയർലൈൻ ആയി മാറുകയുണ്ടായി, ഇന്തോനേഷ്യയുടെ ലയൺ എയറിന്റെ പിന്നിൽ. 2015 ഓഗസ്റ്റിൽ ഇൻഡിഗോ 250 A320 നിയോ എയർക്രാഫ്റ്റിനുള്ള ഓർഡർ
പ്ലേസ് ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ മൂല്യം $27 ബില്യൺ ആണ്. ഇത് എയർബസിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സിംഗിൾ ഓർഡർ ആയിട്ടാണ് അന്ന് കണക്കാക്കിയിരുന്നത്. 3018 ഇന്ത്യൻ രൂപ 3018 കോടിയുടെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ഇൻഡിഗോ അനൗൺസ് ചെയ്തു. IPO 19 ഒക്ടോബർ 2015, അതായത് ഓഹരി വിപണിയിലേക്ക് അത് കടക്കുകയാണ്. ഒക്ടോബർ 2019 ഇൻഡിഗോ മറ്റൊരു ഓർഡർ, ഭീമാകരമായ ഓർഡർ, 300 എയർബസ് A320 നിയോ എയർക്രാഫ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയുണ്ടായി. ഇതിൻ്റെ മൂല്യം $33 ബില്യൺ ആണ്. അവരുടെ തന്നെ സ്വന്തം റെക്കോർഡായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന സിംഗിൾ ഓർഡർ മറികടന്നുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഓർഡർ വീണ്ടും എയർബസിന് കൊടുത്തത്. ഇത്തരം രീതിയിൽ നിരന്തരമായ നല്ല ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിലേക്ക് വളർന്നതുകൊണ്ട് തന്നെ ഒരുപാട് വിലയുടെ ആനുകൂല്യങ്ങളും ബിസിനസ് ഓർഡേഴ്സിൻ്റെ ഒരുപാട് ആനുകൂല്യങ്ങളും എല്ലാം എയർബസുമായിട്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞതൊക്കെ ഇൻഡിഗോയുടെ വലിയൊരു മെച്ചമായിട്ട് ബിസിനസ് ഗ്രോത്തിൽ തന്നെ, ബിസിനസ് വളർച്ചയിൽ തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 31 ഡിസംബർ 2019 ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫ്ലീറ്റ് സൈസ് 250 എയർക്രാഫ്റ്റ് ഉള്ള എയർലൈനായി മാറുകയുണ്ടായി. 2019 ഡിസംബറിന് ഇൻഡിഗോ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ, അതായത് 1500 ദിവസേനയുള്ള സർവീസുകൾ നടത്തുന്ന എയർലൈനായിട്ട് മാറുകയുണ്ടായി. ഇതാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഒരു വളർച്ചാ ചക്രം. ഇനി ഇതിൻ്റെ ഒരു SWOT അനാലിസിസിലേക്ക് പോയാൽ, ഇൻഡിഗോ സ്വന്തമായിട്ട് അതിൻ്റെ ഒരു ക്ഷമത, ലോ ഫെയർ, ചെലവ് കുറഞ്ഞ, നിരക്ക് കുറഞ്ഞ എയർലൈൻ എന്നുള്ള രീതിയിലേക്ക്, അതേസമയം വളരെ ക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന എയർലൈൻ എന്നതിലേക്ക് അതിൻ്റെ ഇമേജ് ബിൽഡ് ചെയ്യുകയുണ്ടായി. അതിന് വളർന്നു. അതതിൻ്റെ ഒരു ശക്തി ഘടകമായി. അതോടൊപ്പം ടിക്കറ്റ് സെയിൽസിന് പലതരം ചാനലുകൾ ഉപയോഗിച്ചു. ഓൺലൈൻ ഫ്ലൈറ്റ് ബുക്കിംഗ്, കസ്റ്റമർ സപ്പോർട്ട് ത്രൂ കോൾ സെൻറ്റേഴ്സ്, എയർപോർട്ട് കൗണ്ടേഴ്സ് ഉണ്ട്, ഓൺലൈൻ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ചെക്കിംഗ്. അതോടൊപ്പം ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഇൻഡിഗോയുടെ ലോഞ്ച് ചെയ്തു. ഇതെല്ലാം ഇതിൻ്റെ ശക്തി ഘടകങ്ങളായി വളർന്നു. അതോടൊപ്പം മാർക്കറ്റുണ്ടായിരുന്ന അവസരങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്കും അതോടൊപ്പം ടൂർ ലക്ഷറി ആവശ്യങ്ങൾക്കുമായിട്ടും നിരന്തരം വിദേശങ്ങളിലേക്കും ഇന്ത്യക്കകത്തും ഒക്കെ തന്നെ നിരന്തരം യാത്ര ചെയ്യുന്ന ഒരുപാട് ഉപഭോക്താക്കളെ ഉണ്ടായത് ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിയായി ഇന്ത്യയുടെ മുന്നിലെത്തി. അത് ഫോറിൻ ഡെസ്റ്റിനേഷൻസിലൂടെ അതിൻ്റെ സർവീസുകൾ, സേവനങ്ങൾ വളർത്തിക്കൊണ്ട് കമ്പനിക്ക് വളരാൻ അത് അവസരമൊരുക്കി. അതോടൊപ്പം നിലവിൽ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന റൂട്ടുകളിൽ അതിൻ്റെ സർവീസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ തന്നെ വളരെയധികം ജീവനക്കാരുടെ സംതൃപ്തി നൽകുന്ന കമ്പനികളിലൊന്നായി എയർലൈൻ അറിയപ്പെട്ടത് അതിൻ്റെ ഒരു ആന്തരിക കരുത്തായിരുന്നു. അതോടൊപ്പം ഇതിൻ്റെ ചില ദൗർബല്യങ്ങൾ, എയർലൈൻ ഇൻഡസ്ട്രി പൊതുവേ തന്നെ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ഒന്നാണ്. അതിൽ തന്നെ നിരന്തരമായി ലാഭം റിപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലേക്ക് അതിന് ക്രമീകരണങ്ങൾ വരുത്തേണ്ടി വന്നത് ഒരു ദൗർബല്യമായിട്ട്, അതിൻ്റെ ഒരു ആന്തരികമായിട്ടുള്ള ചില കെട്ടുറപ്പുകൾ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും വേണ്ടി വന്നു. അതോടൊപ്പം ബാഹ്യമായിട്ടുള്ള ഭീഷണികളിൽ പുതിയ എയർലൈൻസിൻ്റെ കടന്നുകയറ്റം, അത്തരം ബാഹ്യ ഭീഷണികൾ എയർലൈനെ നിരന്തരമായി ബാധിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം അതിനെ മറികടക്കുവാൻ വേണ്ടിയിട്ട് ആന്തരികമായ കരുത്താർജിച്ചത് കൂടുതൽ എയർക്രാഫ്റ്റുകൾ വാങ്ങിയും നല്ല ഒരു സെയിൽസ്, ഒരു
ഒരു പർച്ചേസ് റിലേഷൻ എയർബസ് കമ്പനിയുമായിട്ട് ഉണ്ടാക്കുകയും ഭാവിയിലേക്കുള്ള വികാസം കൂടെ ചർച്ചയിൽ വെച്ചുകൊണ്ട് പരമാവധി കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഓർഡേഴ്സ് അതിന് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻസിലെ അതിൻ്റെ പരിമിതമായ സേവനങ്ങൾ ഇപ്പോഴും അതിൻ്റെ ഒരു ആന്തരികമായ ദൗർബല്യമാണ്. അതോടൊപ്പം ടർക്കിഷ് എയർലൈൻസ്, ഖത്തർ എയർവേസ് പോലെയുള്ള ഇന്റർനാഷണലി റെപ്യൂട്ടഡ് കമ്പനികളുമായി അതിനുണ്ടായ കോഡ് ഷെയർ എഗ്രിമെന്റ് അതൊരു കരുത്തായി അതിന് സഹായകമായി. ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻസിൻ്റെ കൂടുതൽ അവസരങ്ങൾ തീർച്ചയായിട്ടും ഇൻഡിഗോയ്ക്ക് കൂടുതൽ വളർച്ച നൽകി. അതിൻ്റെ മറ്റൊരു ശക്തി കേന്ദ്രം പരസ്യങ്ങളും അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമായിരുന്നു. വളരെ മൂർച്ചയേറിയ ആകർഷകമായ പരസ്യവാചകങ്ങൾ, നല്ല വിസിബിലിറ്റി, എവിടെ നോക്കിയാലും ഇതിൻ്റെ പരസ്യങ്ങൾ കാണുന്നൊരവസ്ഥ, ഇതിൻ്റെ യൂണിഫോം മെർക്കൻഡൈസിങ്, ഇൻഫ്ലൈറ്റ് മെർക്കൻഡൈസിങ്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മൾ പല പ്രിന്റ് മാഗസിനുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ്, അങ്ങനെ പലതും ഇതിൻ്റെ ശക്തി ഘടകങ്ങളായി. 1500 ദിവസേനയുള്ള സർവീസ് നടത്തുന്ന ഒരു കരുത്തിലേക്ക്, ഒരു വലിയൊരു വ്യാപ്തിയിലേക്ക് കമ്പനി വളർന്നു. 87 ഡെസ്റ്റിനേഷൻസ്, അതിൽ 63 ഇന്ത്യയിലും 24 വിദേശത്തേക്കും. അതും ഇൻഡിഗോയുടെ വലിയൊരു കരുത്തായി മാറി. എന്നാൽ മറ്റൊരു ബാഹ്യമായ ഭീഷണിയായിരുന്നു ഇന്ത്യൻ റെയിൽവേസ്. നമുക്കറിയാം, വളരെ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ ആൾക്കാർക്കുള്ള ഒരു മാർഗമാണ് ഇന്ത്യൻ റെയിൽവേസ്. സോ അതുകൊണ്ട് തന്നെ പല നഗരങ്ങളും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് ഇന്ത്യൻ റെയിൽവേയുടെ കോസ്റ്റുമായിട്ട് തന്നെ കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. ആന്തരികമായി അതിൻ്റെ ഒരു പരിശീലനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഐഫ്ലൈ ഫെസിലിറ്റി അത് ലോഞ്ച് ചെയ്യുകയും കൂടുതൽ എംപ്ലോയീസിനെ നല്ല രീതിയിലേക്ക് കസ്റ്റമർ സർവീസിലേക്ക് വളർത്തിയെടുക്കുകയും അവർ ചെയ്തു. അത് നല്ലൊരു ആന്തരിക കരുത്തായി. അതിനിടയിലാണ് പ്രാറ്റ് ആൻഡ് വിറ്റ്നി എയർക്രാഫ്റ്റിൻ്റെ സുരക്ഷാ സംബന്ധമായിട്ടുള്ള ചില സംശയങ്ങൾ വരികയും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അതിനുമേൽ ചില നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയത് അവർക്കുണ്ടായിരുന്ന എയർക്രാഫ്റ്റുകൾ വിപരീതമായി ബാധിക്കുകയും അത് അവരുടെ ഒരു ദൗർബല്യമായിട്ട് വരികയും ചെയ്തു. ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കാർഗോ കാരിയേഴ്സിലുണ്ടായിരുന്ന അവരുടെ വളരെ പരിമിതമായിട്ടുള്ള സ്വാധീനം, ഒരുപക്ഷെ ഇല്ല എന്ന് നമുക്ക് പറയാം, വളരെ പരിമിതമായ സാന്നിധ്യം അതൊരു ദൗർബല്യമായിരുന്നു. വേറൊരു കരുത്ത് എയർലൈൻസ് വളർത്തിയെടുത്തത് സോണി ലിവുമായിട്ടുള്ളൊരു ടൈപ്പിലൂടെ വിമാനത്തിനുള്ളിലും അതോടൊപ്പം എയർപോർട്ട് പരിസരങ്ങളിലും അതിന് ഒരു എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻ പാസഞ്ചേഴ്സിന് കൊടുത്തു. എന്നാൽ ഇൻഡിഗോ എയർലൈൻസിന് വളരെ പരിമിതമായ മാർക്കറ്റ് ഷെയർ ആയിരുന്നു ആന്തരികമായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുടെ ഫലമായിട്ട്. അത് ആദ്യം ഒരു ദൗർബല്യമായിട്ട് നിലനിന്നു. പക്ഷേ ഇതിനെ പല രീതിയിൽ അത് തരണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം ഇൻഡിഗോ റീച്ച് എന്നുള്ള പേരിൽ ചിൽഡ്രൻ, കുട്ടികൾ, സ്ത്രീകൾ, അതൊരു പരിസ്ഥിതി, അത്തരം ചില വിഷയങ്ങളിൽ അത് നിലവിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയിലെ എക്കോണമിയുടെ വളർച്ചയും കൂടുതൽ പേർ ബിസിനസ് ആവശ്യങ്ങൾക്കും ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കുമൊക്കെ വിമാനയാത്ര ചെയ്യുന്നതും ഒക്കെ വലിയൊരു അവസരമായിട്ട് ഇൻഡിഗോ ഉപയോഗപ്പെടുത്തി. ആ പരസ്യവാചകം തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചതാണ്. 10,000-ലധികം ജീവനക്കാർ, 40 മില്യൺ പാസഞ്ചേഴ്സ്, അവരെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നൊരവസ്ഥയിലേക്ക് അതിന് വളരാൻ കഴിഞ്ഞു. മിഡിൽ ക്ലാസ് അവർ വിമാനയാത്ര കൂടുതൽ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നത് വളരെയധികം വലിയൊരു അവസരമായിട്ട് മാറി.
എന്നാൽ ഇന്ത്യയിലെ എയർലൈൻസിന് എല്ലാവർക്കുമുള്ള ഒരു ഭീഷണിയാണ് നിരന്തരമായി വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനവില. അതോടൊപ്പം മറ്റ് എയർലൈൻസിൽ നിന്നും ഇന്റർനാഷണൽ എയർലൈൻസിൽ നിന്നുമുള്ള മത്സര ഭീഷണി. അപ്പോൾ ഈ ചർച്ച ചെയ്ത വ്യത്യസ്തമായ ഘടകങ്ങളെ നമുക്കറിയാം, സ്റ്റോട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഘടകങ്ങളെ നമ്മൾ എഴുതുന്നു. അത് സ്ട്രെങ്ത് ആണോ, വീക്ക്നെസ് ആണോ, ത്രെട്ട് ആണോ, ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് നമ്മൾ അവിടെ വർഗീകരിച്ച് കാറ്റഗറൈസ് ചെയ്ത് മാർക്ക് ചെയ്ത് പോകുന്നു. അതിനുശേഷം സ്ട്രെങ്ത് ക്യാരക്ടേഴ്സ്, നമ്മളതിൻ്റെ ആന്തരിക കരുത്തായിട്ട് കാണുന്നതിനെ ഒരുമിച്ചും, വീക്ക്നെസ്സിനെ ഒരുമിച്ചും, ഓപ്പർച്യൂണിറ്റിയെ ഒരുമിച്ചും, ത്രെട്ടിനെ ഒരുമിച്ചുമാക്കിക്കൊണ്ട് ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതുന്നു. അങ്ങനെയാണ് SWOT അനാലിസിസ് ചെയ്യുന്നത്. ഇവിടെ കാണാം, സ്ട്രെങ്ത് ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഒരുമിച്ചാക്കുന്നു, വീക്ക്നെസ് ഒരുമിച്ചാക്കുന്നു, ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ ഒരുമിച്ചാക്കുന്നു, ത്രെട്ട് ബാഹ്യമായ ഭീഷണികൾ. ഇതിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആന്തരികമായ ഘടകങ്ങളാണ്. ഓപ്പർച്യൂണിറ്റിയും ത്രെട്ടും, അവസരങ്ങളും ഭീഷണിയും പുറത്തുനിന്ന് കമ്പനി നേരിടുന്ന ഘടകങ്ങളാണ്. അത് പുറത്തുനിന്നുള്ള അവസരങ്ങളാകാം, പുറത്തുനിന്നുള്ള ഭീഷണിയാകാം. ഇത് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ ഇൻഡിഗോ എയർലൈൻസ് അതിൻ്റെ ഒരു ഫ്ലീറ്റ് സൈസ്, എത്രത്തോളം വാഹനങ്ങൾ, എത്രത്തോളം വിമാനങ്ങൾ അതിൻ്റെ സർവീസിലുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. എയർബസ് A320-200 എയർക്രാഫ്റ്റ് അത് 112 ഇൻഡിഗോ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ 180 പാസഞ്ചേഴ്സാണ് ഒരു വിമാനത്തിൽ കൊള്ളുന്നത്. എയർബസ് A320neo വിമാനം 116 സർവീസിലും 222 ഓർഡർ ചെയ്തിട്ടുണ്ടും എന്നുള്ളതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള കണക്കുകൾ. അതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി 180 ആണ്. എയർബസ് A321neo അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം ഓർഡർ ചെയ്തത് ഇൻഡിഗോ ആണെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ 24 വിമാനങ്ങൾ അവരുടെ ദിവസേനയുള്ള സർവീസിലുണ്ട്. മറ്റൊരു 130 ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാം. എന്നാൽ ഇപ്പോഴത്തെ നിലവിലുള്ള പകർച്ചവ്യാധിയുടെയൊക്കെ സാഹചര്യം പരിഗണിച്ചിട്ട് ഈ ഓർഡർ ചെയ്യപ്പെട്ട എണ്ണത്തിൽ തീർച്ചയായിട്ടും വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് വിമാന സർവീസുകളൊക്കെ പരിമിതപ്പെടുത്തുകയും റദ്ദാക്കുകയും നിർത്തിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ എയർബസ് A321neoയിൽ 222 പാസഞ്ചേഴ്സാണ് കപ്പാസിറ്റി. എയർബസ് A321LR അതിൽ 206 പാസഞ്ചേഴ്സ് ഒരു വിമാനത്തിൽ കൊള്ളുന്ന അതിൻ്റെ 248 ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം കാണിക്കുന്നത് അതേ രീതിയിൽ തന്നെ എയർബസ് A321XLR, അതിനുശേഷം തീരെ ചെറിയ വിമാനമായിട്ടുള്ള, നമുക്ക് തന്നെ അറിയാം, ചെറിയ ചെറിയ സർവീസുകൾക്ക് 72-74 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ATR 72-600 സീരീസിലുള്ള എയർക്രാഫ്റ്റ് അത് 25 സർവീസ് നടത്തുന്നു. അപ്പം അങ്ങനെ മൊത്തം 287 സർവീസ്, അതോടൊപ്പം 625 ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡേറ്റ. ഇത് ഈ എയർലൈനിൻ്റെ പൊതുവായ ഒരു കരുത്ത്, എത്രത്തോളം അതിൻ്റെ ഒരു വ്യാപ്തി, ഒരു വളർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്തമാണ്. ഇനി ഇതേപോലെയുള്ള കൂടുതൽ ബിസിനസ് സംബന്ധമായ പ്രസൻറ്റേഷനുമായി നമ്മൾ വീണ്ടും ആംഫാ ട്യൂബിൽ കാണാം. നന്ദി, നമസ്കാരം.